ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീഫ് അച്ചാർ കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു പ്രഷർ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു 800 ഗ്രാം എല്ലില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നെയ്യൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ആദ്യം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഈ ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി. കാരണം നമുക്കിനി ഇത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. കണ്ടില്ലേ, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ ബീഫ് വേവിച്ചെടുത്തത്. എന്നാൽ ഇതിലിപ്പോൾ നല്ലതുപോലെ വെള്ളമുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 3/4 കപ്പോളം എണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നെയ്യുള്ള പീസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുക്കാത്തതാണ് നല്ലത്. കാരണം കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒരു കനപ്പ് ചുവ ഉണ്ടാവും. അതുകൊണ്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മാത്രം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നല്ലെണ്ണയിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഈ ബീഫ് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ബീഫ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോകാനും പാടില്ല. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മളിപ്പോൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിൽ തന്നെയാണ് അച്ചാറിടുന്നതും. അതിൽ നിന്നൊരു 1/2 കപ്പ് എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊന്ന് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം 3/4 കപ്പ് ഉണ്ടായിരുന്നു. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 50 ഗ്രാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വെളുത്തുള്ളി എപ്പോഴും കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചിയും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് മുൻപായിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം. ഇതിലേക്ക് 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം ഞാനൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ അച്ചാറിന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ വിനാഗിരി നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ വിനാഗിരി ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം. ചെറിയ തീയിലിട്ടിട്ട് ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കുറേ കാലം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഒരുപാട് കാലമൊന്നും ഇരിക്കില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തീർന്നു പോകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.